നമ്മൾ മനുഷ്യ ജീവിതത്തിൽ രണ്ട് വിധത്തിലുള്ള പ്രവൃത്തികളുണ്ട്. വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും നമ്മൾ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തേ പറ്റൂ. ഒന്നുകൂടി പറഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ അന്യായം പ്രവർത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ന്യായം പ്രവർത്തിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതിലേതെങ്കിലും ഒന്ന്, പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, വിശ്വാസി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ ദൈവദാസനായിക്കൊള്ളട്ടെ, എത്ര വലിയ ഉന്നതനായിക്കൊള്ളട്ടെ, സഭയ്ക്ക് പുറത്തുള്ള ആളായിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ. ഒന്നുകിൽ അന്യായം പറയണം, അന്യായം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ന്യായം പറയണം, ന്യായം പ്രവർത്തിക്കണം. ന്യൂട്രൽ ഗിയറിൽ അധികം കാലം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അന്യായം പറയാതെ, ന്യായം പറയാതെ, പ്രവർത്തിക്കാതെ കുറച്ചു കാലമൊക്കെ നമുക്ക് പോകാം. പക്ഷേ അധികം കാലം പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വശത്ത് നിന്നേ പറ്റൂ. യേശു പോലും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. ഒരുത്തനെ നിങ്ങൾക്ക് സ്നേഹിച്ചേ പറ്റൂ, മറ്റവനെ നിങ്ങൾക്ക് പകച്ചേ പറ്റൂ. രണ്ട് തോണിയിൽ കാൽ ചവിട്ടിക്കൊണ്ട് എത്ര നേരം നിൽക്കാൻ പറ്റും? അധികം നേരം നിൽക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു തോണിയിൽ കയറി നിന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ അന്യായം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യായം എവിടെയെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം നമുക്ക് എന്തായി തീരും? ഒരു ബന്ധനമായിട്ട് അങ്ങ് തീരും. ഇത് പലർക്കും അറിയാൻ പാടില്ല. ഈ ബന്ധനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സാത്താൻ വന്ന് നമ്മളെ ബന്ധിച്ച് കെട്ടിയിടുന്നു എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബന്ധനങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മളാണ് കാരണക്കാരി. എന്നിട്ട് നമ്മൾ നമ്മുടെ കുറ്റം സമ്മതിക്കാതെ നമ്മൾ കുറ്റം ആർക്ക് ചാർത്തുകയാൻ? സാത്താന്. അവനാണ് കാരണക്കാരൻ. സാത്താന് വേറെ പണിയാണുള്ളത്. ചില ആളുകൾ ദൈവത്തെ കുറ്റം പറയും, ദൈവം കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധനങ്ങളുടെ, നമ്മുടെ അന്യായ ബന്ധനങ്ങളുടെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ് ആ ബന്ധനങ്ങൾ ഉണ്ടായത്? എവിടെയെങ്കിലും ആരോടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തുള്ള ബന്ധത്തിൽ അന്യായം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ബന്ധനമായി നമ്മുടെ ആത്മീക ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഒരു ബന്ധനമായിട്ട്, ഒരു കെട്ടായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരും. ഇവിടെ പ്രവാചകൻ പറയുന്നത്, നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ അന്യായ ബന്ധനങ്ങളെ ദൈവം അഴിക്കണമെന്നാണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പ്രവാചകനെ വരുത്തിയിട്ട് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് അയാളങ്ങ് അഴിച്ചു വിടട്ടെ, അയാൾക്ക് കുറച്ച് സ്വോത്രക്കാഴ്ചയും കൊടുക്കാം, അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെ ഒന്നും പ്രവാചകൻ പറഞ്ഞില്ല, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എഴുതിയിരിക്കുന്ന എന്താണ്? അന്യായ ബന്ധനങ്ങളെ അവരവര് തന്നെ എന്ത് ചെയ്യണം? അഴിക്കണം. എന്റെ ബന്ധനങ്ങളെ, ഞാൻ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളെ ഞാൻ അഴിക്കണം. നിങ്ങൾ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളെ നിങ്ങൾ അഴിക്കണം. എങ്ങനെ അഴിക്കാൻ പറ്റും? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നമ്മുടെ സംസാരത്തിലൂടെയോ നമ്മുടെ പ്രവൃത്തികളിലൂടെയോ അന്യായം പറഞ്ഞിട്ട് ചെയ്തിട്ട് അതൊരു ബന്ധനമായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അഴിക്കണം? നമ്മൾ ആ വ്യക്തികളോട് ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യത്തുള്ള ബന്ധത്തിൽ ഞാൻ അന്യായം പറഞ്ഞുപോയി, അന്യായം ഞാൻ പ്രവർത്തിച്ചു പോയി, അന്യായത്തിന് ഞാൻ കൂട്ടുനിന്നു എന്ന് നമ്മൾ ഹൃദയം തുറന്ന് ആ വ്യക്തികളോട് നമ്മൾ ഏറ്റുപറയണം, മാപ്പപേക്ഷിക്കണം. അത് തെറ്റുപറ്റിയെന്ന് ഒരു നാണക്കേടും വിചാരിക്കാതെ, ഒരു മാനക്കേടും വിചാരിക്കാതെ ആ വ്യക്തികളോട് പറയുകയും ആ വിഷയത്തിനൊരു തിരുത്തൽ, ഒരു ക്രമീകരണം നമ്മൾ ഉടനടി വരുത്തുകയും ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ട വിഷയമാണ്.
വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വിഷയത്തിന്, നമ്മൾ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ നമ്മളത് ചെയ്യണം. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും.